16-കാരിയെ പീഡിപ്പിച്ച് മുങ്ങിയ മുൻ കോൺസ്റ്റബിൾ ഒളിവിൽ കഴിഞ്ഞത് സ്ത്രീവേഷത്തിൽ. രാജസ്ഥാനിലെ ധോൽപൂരിൽ വെച്ചാണ് ആ പാവം പെൺകുട്ടിയെ ഇയാൾ പീഡിപ്പിക്കുന്നത്. ഡിസംബർ 15-ാം തീയതി. രാജസ്ഥാൻ ആംഡ് കോൺസ്റ്റബിളറിയിലെ കോൺസ്റ്റബിളാണ് ഇയാൾ. പേര് രാജേന്ദ്ര സിസോദിയ. ആ നാട്ടിൽ റാം ഭറോസ് എന്നാണ് ഇയാൾ അറിയപ്പെട്ടിരുന്നത്. 16-കാരിയെ പീഡിപ്പിച്ച കേസിൽ പോലീസ് ഇങ്ങനെ അന്വേഷിച്ച് നടക്കുകയായിരുന്നു ഇയാളെ. കോൺസ്റ്റബിൾ ആണല്ലോ ഇയാൾ. രാജേന്ദ്ര സിസോദിയ പോലീസിനേക്കാൾ മുന്നേ നടന്നു എന്ന് വേണം പറയാൻ, അല്ലെങ്കിൽ പോലീസ് ബുദ്ധി ഉപയോഗിച്ചു. സ്ഥലങ്ങളിങ്ങനെ മാറിക്കൊണ്ടേയിരുന്നു ഇക്കാലം അത്രയും. ഒപ്പം വേഷവും. പിടിയിലാകുമ്പോൾ പർദ്ദയൊക്കെ അണിഞ്ഞ് ലിപ്സ്റ്റിക്കൊക്കെ ഇട്ട് ഒരു സ്ത്രീയായി നടക്കുകയായിരുന്നു ഇയാൾ. സ്ഥലം മാറി നടന്ന ഇയാളെ ഏറ്റവും ഒടുവിൽ ഉത്തർപ്രദേശിൽ നിന്നാണ് പിടികൂടുന്നത്. വൃന്ദാവനിൽ നിന്ന്. ജോലി നൽകാം എന്ന് പറഞ്ഞായിരുന്നു ആ 16-കാരിയെ ഇയാൾ പീഡിപ്പിക്കുന്നത്. ഒരു ദിവസം പെൺകുട്ടിയെയും ആ പെൺകുട്ടിയുടെ സഹോദരനെയും ഇയാൾ വീട്ടിലേക്ക് വിളിപ്പിക്കുകയാണ്, ജോലി നൽകാം എന്നുള്ള വാഗ്ദാനത്തിൽ. ആ സമയം വളരെ തന്ത്രപരമായി സഹോദരനെ ഇയാൾ കടയിലേക്ക് പറഞ്ഞയച്ചു. എന്നിട്ട് പെൺകുട്ടിയെ ബലാത്സംഗം ചെയ്തു. ഉച്ചത്തിൽ നിലവിളിച്ചു ആ പെൺകുട്ടി. പെൺകുട്ടിയുടെ ആ നിലവിളി കേട്ട് നാട്ടുകാർ ഓടിക്കൂടി. അങ്ങനെയാണ് ഈ സംഭവം പുറം ലോകം അറിയുന്നത്. ജനങ്ങൾ തടിച്ചുകൂടിയിട്ടും രാജേന്ദ്ര സിസോദിയ അവിടെ നിന്ന് രക്ഷപ്പെട്ടു. ആഗ്ര, ലക്നൗ, ഗ്വാളിയോർ ഇങ്ങനെ പോലീസിനെ വട്ടം കറക്കുകയായിരുന്നു അക്ഷരാർത്ഥത്തിൽ അയാളുടെ ഒളിവ് ജീവിതം. വേഷവും സ്ഥിരം മാറും. ചിലപ്പോൾ അയാൾ ട്രാക്ക് സ്യൂട്ടിലായിരിക്കും, ചിലപ്പോൾ ജാക്കറ്റ് ഇടും, ചിലപ്പോൾ സ്യൂട്ട് അണിയും. ഒരു VIP ആണെന്നോ ഒരു ഉന്നത പോലീസ് ഉദ്യോഗസ്ഥനാണെന്നൊക്കെയോ കാണുന്നവരെ തെറ്റിദ്ധരിപ്പിക്കാൻ ഇയാൾക്ക് കഴിഞ്ഞു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. देखिए, बसेड़ी थाना क्षेत्र की एक नाबालिग बच्ची के साथ दुष्कर्म की घटना सामने आई थी 15 तारीख को. उसी के क्रम में उसने जब उसे बच्ची से के बयान हुए और बाकी जब तथ्य सामने आए तो पता लगा कि एक RAC का बर्खास्त हेड कांस्टेबल है राम भरोसी उर्फ राजेंद्र सिंह सिसोदिया, जिसके द्वारा जो पीड़िता है उसके पिता को वो हॉस्पिटल में उनकी पहली बार मुलाकात हुई. उस दौरान नौकरी का रेलवे पुलिस में नौकरी का झांसा देकर उसको फॉर्म भरने के लिए और उसका एडमिट कार्ड देने के बहाने बच्ची को उसके भाई के साथ अपने घर बुलाया और उसके साथ जो ये घटना है वो कारित उसने की. इसी के संदर्भ में जिस दिन घटना कारित हुई, चूँकि आरोपी के विरुद्ध पूर्व में भी ऐसे कई सारे प्रकरण दर्ज हैं. ജോലിയിൽ നിന്ന് കുറച്ചു നാളായി ഇയാൾ പുറത്തായിരുന്നു. അതായത് ജോലിയിൽ നിന്നും ഇയാളെ പിരിച്ചു വിട്ടിരുന്നു. നേരത്തെ ഉണ്ടായ ഒരു പോക്സോ കേസ്, അതാണ് അതിന്റെ പ്രധാന കാരണം. മനസ്സിലായി കാണുമല്ലോ, ഇയാൾ പതിവായി ഇത്തരം കേസുകളിൽ വിരുദ്ധനാണ്. സ്ത്രീകൾക്കെതിരായിട്ടുള്ള അതിക്രമങ്ങളുടെ പരാതിയും ഒരുപാടുണ്ട് ഇയാൾക്കെതിരെ. അങ്ങനെ ഡിപ്പാർട്ട്മെന്റ് നടപടിയെടുത്തു. കോൺസ്റ്റബിൾ ആയിരുന്ന ഇയാൾ പുറത്തായി. ആകെ 5 കേസുകളുണ്ട് ഇയാളുടെ പേരിൽ. ഇതാണെങ്കിലും ഒരു പോലീസുകാരന്റെ ബുദ്ധി അത് ക്രിമിനൽ സ്വഭാവത്തിൽ ഉപയോഗിക്കുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നങ്ങളുണ്ടല്ലോ. പോലീസിനെ വല്ലാത്ത രീതിയിൽ വട്ടം കറക്കിയാണ് ഇയാൾ ജീവിച്ചത്. ഒരുപാട് കേസുകളിൽ പ്രതിയായിരുന്നിട്ടും പോലീസ് ഇനാം വരെ പ്രഖ്യാപിച്ചതാണ് ഇയാളെ കണ്ടെത്തുന്നവർക്കായി. അങ്ങനെ ഏറ്റവും ഒടുവിൽ പോലീസിന് തന്നെ ഇയാളെ കണ്ടെത്താൻ കഴിഞ്ഞു. രാജസ്ഥാൻ പോലീസ് പിടികൂടുന്നത് ഉത്തർപ്രദേശിലെ വൃന്ദാവനിൽ നിന്ന്.